സ്വന്തമായ ഒരു വീട്, അത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണല്ലേ. ആ വീടിന്റെ മുകളിലേക്ക് ഒരു വാഹനം മറിഞ്ഞ് ആ വീട് മുഴുവൻ നശിച്ചു പോയാലോ? പത്തനംതിട്ട പന്തളം കൂരമ്പാലയിൽ ഒരു കുടുംബം ഈ അവസ്ഥയിലാണിപ്പോൾ. വീട് നഷ്ടപ്പെട്ടത് കാരണം വാടക വീട്ടിലാണ് അച്ഛനും അമ്മയും 3 മക്കളും കഴിയുന്നത്. അന്ന് ഞങ്ങൾ പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ വെളുപ്പിനെ 3 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കുന്ന ചോറൊക്കെ വെക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചത്തു പോകുമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ മണ്ടയ്ക്ക് വന്ന് കിടക്കുന്നതും കൊണ്ട് എനിക്ക് എളുപ്പം ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവും. അങ്ങനെ അണ്ണൻ വലിച്ചെടുത്തത് തന്നെ, മുടിക്ക് എന്തൊക്കെ പിടിച്ച് വലിച്ചിറക്കി തന്നെ. എന്നിട്ട് ചെന്ന് നോക്കിയപ്പം പിന്നെ അതുങ്ങളുടെ മണ്ടയ്ക്ക് പിന്നെയും വന്ന് ഭിത്തി ഇടിഞ്ഞു വീണു. അന്നേരം അണ്ണൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടും പോയെന്ന് പറഞ്ഞു. മൊത്തം പോയല്ലോ, ഒന്നുമില്ല. ഞങ്ങൾ ഇട്ടിരുന്ന തുണി മാത്രമേ ഉള്ളായിരുന്നു, വേറെ ഒരു സാധനവും ഇല്ല. ലോഡുമായി എത്തിയ ലോറി വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചിട്ട് ഇപ്പോൾ 4 മാസമായി. വീട് തകർന്നു പോയതിന്റെ ആഘാതത്തിൽ നിന്ന് പന്തളം കുരമ്പാല പത്തിൽപ്പടിക്കൽ സ്വദേശിനി ദീപ മോചിതയായിട്ടില്ല. വീട് അറ്റകുറ്റപ്പണി നടത്തി താമസയോഗ്യമാക്കാൻ കഴിയില്ല. പഴയതുപോലെ ഒരു വീട് കെട്ടിപ്പൊക്കാൻ ഇനി സമ്പാദ്യവുമില്ല. കാലിത്തീറ്റയുമായി എത്തിയ ലോറി വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞപ്പോൾ ദീപയും ഭർത്താവ് രാജേഷും 2 മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ജീവൻ തിരികെ കിട്ടിയത് ഭാഗ്യം. വാടക വീട്ടിൽ ഇത്രയും നാൾ കഴിഞ്ഞു. പൊളിഞ്ഞ വീടിന് സമീപം ഒരു കൂര കെട്ടി താമസിക്കാനാണ് തീരുമാനമെന്ന് ദീപ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഈ മാസത്തെ വാടക അണ്ണൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് ഇതുവരെ ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഈ മാസത്തെ വാടക അവർ മെനഞ്ഞാന്ന് വിളിച്ചതേ ഉള്ളൂ. അപ്പോൾ അണ്ണൻ പറഞ്ഞു ഇതുവരെ എൻ്റെ കൈ വയ്യ, 2 ദിവസം കഴിയട്ടെന്ന് പറഞ്ഞു. എന്നാൽ കൈ വയ്യ എന്നിട്ടുവാ ഇന്ന് പണിക്ക് പോയിരിക്കുന്നത്. പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? നേരം അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് പറയുന്നത് ഇവിടെ വേണം ഷെഡെങ്കിലും വെച്ച് നമുക്ക് താമസിക്കാം. പട്ടിണിയാണേലും കുഴപ്പമില്ലല്ലോ, അവരിറക്കി വിടുന്നതിന് മുമ്പ് അതല്ലേ നല്ലത്. ഒരു നിമിഷം കൊണ്ട് വീട് തകർന്നു പോയതിന്റെ ദുഃഖം അത് അനുഭവിച്ചവർക്ക് മനസ്സിലാക്കാൻ കഴിയൂവെന്ന് ദീപ പറയുന്നു. അപകടത്തിൽ ദീപയ്ക്കും ഭർത്താവ് രാജേഷിനും 2 മക്കൾക്കും പരിക്കേറ്റിരുന്നു. ഇളയവക്ക് മൂത്തവടെ കാല് തിരിഞ്ഞുപോയി. ഇളയവക്ക് നട്ടലിന് പ്രശ്നം. ഇപ്പോഴും അവക്ക് ശരിക്കും ഉറച്ചിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവർ പിന്നെ കമ്പയിലൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കും. അവർ അച്ഛനെ ഒന്നും അറിയിക്കത്തില്ല. അവൾ ചെവിയുടെ അതിൻ്റെ അകത്തെ പാടാ പൊട്ടിപ്പോയി. അതിൻ്റെ അകത്തൂടെ പഴുപ്പും വരുന്നുണ്ട്, വെള്ളവും വരുന്നുണ്ട്. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം മക്കളെ നേരെ വാടക വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. വീടിന്റെ ഈ അവസ്ഥ മക്കളെ കാണിക്കുന്നില്ലെന്നും ഇപ്പോഴും മക്കൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും ദീപ പറയുന്നു. മരപ്പണിക്കാരനാണ് ദീപയുടെ ഭർത്താവ്. ജീവിതത്തിൽ തോൽക്കില്ലെന്നും വൈകിയാണെങ്കിലും അധ്വാനിച്ച് വീട് കെട്ടിപ്പൊക്കുമെന്നും ദീപ പറയുന്നു. അച്ഛനും അമ്മയും 3 മക്കളും അടങ്ങിയ കുടുംബം താമസിച്ചിരുന്ന ആ വീട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ചയാണിത്. ഈ കിടപ്പ് തുടങ്ങിയിട്ട് 4 മാസമാകുന്നു. ഇപ്പോഴും ആ കുടുംബത്തിന് ഇനി എന്ന് ഇവിടെ ഒരു വീട് പുനർനിർമ്മിച്ച് താമസം മാറാൻ കഴിയുമെന്ന് അറിയില്ല. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.